ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ചെറിയൊരു മേക്കപ്പ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അതായത് നമ്മളെപ്പോഴും പ്രിപ്പയർ ചെയ്ത ഫേസിലാണല്ലോ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നത്. ഞാൻ വിചാരിച്ചൊന്ന് ഫസ്റ്റ് മുതലേ ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് എല്ലാം ഒന്ന് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പറയുന്ന CTMP അത് എപ്പോഴും നല്ലതായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൗണ്ടേഷൻ പോലും വളരെ ചെറിയ ക്വാണ്ടിറ്റി യൂസ് ചെയ്താൽ തന്നെ നമുക്കൊരു സ്കിൻ ഫിനിഷായിട്ട് കിട്ടും. അപ്പോൾ അത് കാരണം അത് എങ്ങനെയാണെന്നൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നേക്കുന്നത്. ചിലപ്പോൾ വീഡിയോ കുറച്ച് നീളമായിരിക്കും, പക്ഷെ ഫുൾ കാണണം, എന്നാലേ നിങ്ങൾക്ക് എൻ്റെ ഈ ടെക്നിക്സ് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ വന്നിട്ട് ഇപ്പോൾ ക്ലെൻസിങ് ആണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അടുത്ത് ഞാനൊരു ടോണർ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. എപ്പോഴും ടോണറല്ല, ഏതൊരു സാധനം യൂസ് ചെയ്താലും നമ്മുടെ കഴുത്ത് വരെ കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കണം. എന്നിട്ടൊരു 1 സെക്കൻഡിൻ്റെ ഗ്യാപ്പ് നമുക്ക് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാനൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ പോകുകയാണ്. ബ്രഷ് വെച്ചിട്ട് ചെയ്യണമെന്നുള്ളതൊക്കെ ബ്രഷ് വെച്ചിട്ടും ചെയ്യാം, അതല്ല കൈ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഈസിയെങ്കിൽ അങ്ങനെയും ചെയ്യാം. എല്ലാം ഒരുമിച്ച് അപ്ലൈ ചെയ്തിട്ട് മാറ്റണമെന്നില്ല. നമുക്ക് ഓരോരോ പോർഷനായിട്ട് തീർത്ത് മേളിലേക്ക് പോവുകയോ അല്ലെങ്കിൽ മേളിൽ നിന്ന് താഴേക്ക് വരികയോ ചെയ്യാം. ഇപ്പോൾ ഇത് ഇത്രയും ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ എന്താ പറയുക, കണ്ണിലേക്ക്, അതായത് കണ്ണിൻ്റെ ഭാഗത്ത് എപ്പോഴും ലൈൻസ് വരാൻ സാധ്യത കൂടിയ ഒരു സ്ഥലമാണ്. അതായത് അവിടുത്തെ സ്കിൻ വന്നിട്ട് വളരെ ലൈറ്ററാണ്. അപ്പോൾ ഞാൻ മിക്കവാറും കണ്ടിട്ടുള്ളത് എല്ലാവരും കണ്ണിൻ്റെ അടിഭാഗത്ത് മാത്രമായിട്ടാണ് ഐ ക്രീം യൂസ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കണ്ണിൻ്റെ അടിഭാഗം മാത്രമല്ല, ഈ പുരിയത്തിൻ്റെ അടിഭാഗം അത് നമ്മുടെ സ്വന്തമാണല്ലോ അല്ലേ. അപ്പം ഇതേ സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചർ തന്നെയായിരിക്കും നമ്മുടെ മേൽഭാഗത്ത് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഐ ഷാഡോസ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് ഒരു അൺഈവൻ ആയിട്ട് അത് പോകുന്നത്. കാരണം സ്പ്ലിറ്റ് ചെയ്യാറുണ്ട്, ചിലതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന കാണാറുണ്ട്. അപ്പോൾ എപ്പോഴും ഐ ക്രീം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ണിൻ്റെ അടിഭാഗത്ത് യൂസ് ചെയ്യുന്ന പോലെ മേൽഭാഗത്തും നമ്മൾ യൂസ് ചെയ്ത് തന്നെ ആകണം. ഒരു ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് രീതിക്ക് വേണം നമ്മൾ ചെയ്യേണ്ടത്. അതേമാതിരി അപൂർവം ചില ആൾക്കാർക്ക് നമ്മുടെ ഈ മേൽ ചുണ്ട്, അതായത് അപ്പർ ലിപ്സിൻ്റെ മേളിലായിട്ട് ചെറിയ ചെറിയ ലൈൻസും ചെറിയതായിട്ട് നമുക്ക് എന്താ പറയേണ്ട റിങ്കിൾസ് കാണാറുണ്ട്. അപ്പോൾ അവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഐ ക്രീം തന്നെ. നമുക്ക് ചുണ്ടിൻ്റെ മേളിലും നമുക്ക് അപ്ലൈ ചെയ്യാം. കണ്ണിൻ്റെ മേളിൽ എത്ര സെൻസിറ്റീവാണോ അതേമാതിരി തന്നെയാണ് നമ്മുടെ ലിപ്സിൻ്റെ മേളിലത്തെ സ്കിന്നും ഭയങ്കര സെൻസിറ്റീവാണ്. എപ്പോഴും ഏജിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ണിൻ്റെ അടിഭാഗത്തും ഈ ചുണ്ടിൻ്റെ മേളിൽ വരുന്ന റിങ്കിൾസ് വഴിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കണ്ണിൻ്റെ മേളിലിടുന്ന അതേ ഐ ക്രീം നമ്മൾ ചുണ്ടിൻ്റെ മേളിലും അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ പറയുന്നത്. ഇനി അടുത്തത് ലിപ്സിനെ നമുക്ക് ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കാം. എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് അത് പീൽ ചെയ്ത് വരുന്നത് കാണാറുണ്ട്. അപ്പോൾ അവർക്ക് എപ്പോഴും മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു ഹൈഡ്രേഷൻ ലിപ്സിനും മസ്റ്റായിട്ട് കൊടുത്തിരിക്കണം. അതായത് ബ്രൈഡ്സിനാണെങ്കിൽ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ തന്നെ ചെയ്യുമ്പോഴും അത് വേണം. ഇനി ഞാൻ അടുത്തത് ഇപ്പം ഏകദേശം ഞാൻ 2-3 കാര്യങ്ങൾ ഞാനൊന്ന് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് വന്നിട്ട് ഞാൻ ഒരു സെറം അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇത് ഓപ്ഷണലാണ്, പക്ഷേ എത്രത്തോളം നമ്മുടെ സ്കിന്നിൻ്റെ പ്രിപ്പറേഷൻ നന്നായിരിക്കുമോ അതനുസരിച്ച് ഫൗണ്ടേഷൻ നല്ല ഭംഗിയായിട്ട് അതിലങ്ങ് ബ്ലെൻഡ് ചെയ്ത് പോകും. എപ്പോഴും സർക്കുലർ മോഷൻസിൽ വേണം നമ്മളിതൊക്കെ അപ്ലൈ ചെയ്യേണ്ടത്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ആഡ് ഓൺ ചെയ്യാം. ഞാൻ എപ്പോഴും ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട് ഇതിൻ്റെ മേളിൽ. കാരണം അത് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഹ്യൂമിഡിറ്റിക്ക് അത് നല്ലതാണ്. എല്ലാം വളരെ ചെറിയ ക്വാണ്ടിറ്റി ആയിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. നോസിൻ്റെ 2 ഭാഗവും എപ്പോഴും ഏതൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും നോസിൻ്റെ ഈ ഒരു കോർണേഴ്സ് നമ്മൾ നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ ഫൗണ്ടേഷൻ വന്നിട്ട് ഇവിടെ വന്നിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇപ്പോൾ ഒരു ബ്രൈഡിനാണെങ്കിൽ നിർബന്ധമായിട്ടും അവരുടേത് എത്ര മണിക്കൂറായാലും അത് സെപ്പറേറ്റ് ചെയ്യാണ്ട് ഫൗണ്ടേഷൻ വിട്ടു പോരാതെ ഇരിക്കത്തക്കവണ്ണം നമ്മൾ സ്കിന്നിനെ പ്രിപ്പയർ ചെയ്ത് തന്നെ ആകണം.
അല്ല നമ്മുടെ നോർമൽ ലൈഫിലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ പ്രൈമർ നമുക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷേ പ്രൈമർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ചെറിയ പശ മാതിരിയാണ്. അതായത് നമ്മുടെ സ്കിന്നിന് അത് വന്നിട്ട് ഫൗണ്ടേഷനായിട്ട് വിട്ടു പോകാത്ത രീതിക്ക് ചെറുതായിട്ട് ഒരു ഗ്ലൂ മാതിരി അല്ലെങ്കിൽ ഒരു പശ പോലെ അതിങ്ങനെ ഹോൾഡ് ഓൺ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് പ്രൈമർ. അപ്പോൾ അടുത്ത പ്രോസസ്സ് വന്നിട്ട് പ്രൈമറാണ്. ഇപ്പം ഞാൻ ഓൾറെഡി സ്കിൻ പ്രിപ്പറേഷൻസ് എല്ലാം ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഏത് വില കൂടിയ പ്രോഡക്റ്റ് യൂസ് ചെയ്താലും ഏത് ഡ്രഗ് സ്റ്റോർ പ്രോഡക്റ്റ് യൂസ് ചെയ്താലും മസ്റ്റായിട്ട് നമ്മൾ വെള്ളം കുടിച്ചിരിക്കണം. കാരണം വെള്ളം കുടിക്കാത്ത ഒരു സ്കിന്ന് നമുക്കിങ്ങനെ തൊടുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ എനിക്കൊക്കെ മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്താലും എന്താ പറയണ്ട, പാറയുടെ പുറത്ത് നമ്മൾ വെള്ളം ഒഴിക്കുന്ന പോലെ അതിങ്ങനെ ഡ്രിപ്പ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതൊരിക്കലും അവിടെ സ്റ്റേ ഓൺ ചെയ്യില്ല. അത് ശരിക്കും പറഞ്ഞാൽ പുറത്തുള്ള ക്രീംസ് മാത്രം നിങ്ങൾ യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമായാലും കുടിക്കുന്ന വെള്ളം, വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വെള്ളം കുടിക്കുക എന്നുള്ളത് നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആകാതെ നമ്മുടെ സ്കിന്നിനെ നോക്കേണ്ടതിന് ഒരു വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ അത് ചെയ്യണം. ഇനി അടുത്ത നമുക്ക് മേക്കപ്പ് സെക്ഷനിലോട്ട് പോകാം. അപ്പോൾ അതെ, ഞാൻ എൻ്റെ സ്കിൻ പ്രിപ്പറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പ്ലംബിനെസ് തോന്നില്ലേ, നല്ല എന്താ പറയണ, കുതിർന്ന് ഇരിക്കുന്ന മാതിരി തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫേസിലാണെങ്കിൽ നമുക്ക് മേക്കപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി ഫൗണ്ടേഷനും എടുക്കണ്ട, ഒത്തിരി നമുക്ക് വന്നിട്ട് ആ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ആകുമെന്നുള്ളൊരു പേടിയും നമുക്ക് വേണ്ട. പിന്നെ നമ്മളിങ്ങനെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഒരു പറ്റുമെങ്കിൽ ഒരു 1 മുതൽ 2 മിനിറ്റ് വരെ സമയം കൊടുത്താൽ ഇനിയും കുറച്ചുകൂടെ നല്ലതായിരിക്കും. എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് വെള്ളം പോലെ അല്ലെങ്കിൽ ഭയങ്കര മോയ്സ്ചറൈസറായിട്ട് ഫേസ് തോന്നുമെന്ന് നമുക്ക് ഫീൽ ചെയ്യുവാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക. ആ ടിഷ്യൂ പേപ്പർ ഫുൾ ആൻഡ് ഫുൾ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ അപ്ലൈ ചെയ്തതിൻ്റെ പുറത്തൂടെ നമുക്കൊന്ന് വയ്ക്കാം. ഒന്നും വന്നിട്ടില്ല, എന്നാലും നമുക്കൊരു എക്സസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടിഷ്യൂയിലേക്ക് അത് വന്നിരിക്കും. ഓക്കെ. പിന്നെ അടുത്തത്, ആക്ച്വലി ഞാൻ എപ്പോഴും ഐബ്രോസ് സ്റ്റാർട്ട് ചെയ്ത് കണ്ണിൻ്റെ മേക്കപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫൗണ്ടേഷനിലോട്ട് വരുന്നത്. അപ്പോൾ അത് ക്വിക്കായിട്ടുള്ള ഒരു എളുപ്പ വഴിക്ക് ഞാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ തവണയായിട്ട് ഓരോന്നായിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ ഈ ഹൈഡ്രേറ്റ് ചെയ്ത് ലിപ്സിൻ്റെ മേളിൽ പുരട്ടിയിരിക്കുന്ന ബാം പോലും ഞാൻ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നത് വരെ അതവിടെ കിടന്നോട്ടെ. അതിന് മുന്നേ നമുക്കത് ടിഷ്യൂ വെച്ചിട്ട് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഐബ്രോസിനും സാധാ ആൾക്കാർക്കും മനസ്സിലാകുന്ന തക്കവണ്ണം ഞാൻ എന്താ ചെയ്തേക്കുന്നത്, ഞാൻ ഐബ്രോ പെൻസിലാണ് എടുത്തേക്കുന്നത്. ഐബ്രോ ചെയ്ത് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അതായത് നമുക്കൊരു ഐബ്രോ പെൻസിൽ വെച്ചിട്ട്, ടെക്നിക്കുകളൊന്നും അറിയാത്ത ഒരാൾക്ക് ഐബ്രോ പെൻസിൽ വെച്ചിട്ട് വളരെ വേഗത്തിൽ ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ഞാനൊരു ഐ ഷാഡോ. ഇപ്പം നമുക്ക് വേണമെങ്കിൽ നമ്മൾ എന്ത് കോസ്റ്റ്യൂമാണ് യൂസ് ചെയ്യുന്നോ അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു കളർ ഷെയ്ഡ് കൊടുത്താൽ കുറച്ചുകൂടെ എല്ലാം ഒരു ബാലൻസ് ആയിട്ട് പോകും. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പിങ്ക് ടോണാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു ലാർജ് ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട് ഞാനൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ്, എന്നിട്ട് എപ്പോഴും എക്സസ് നമ്മൾ ടാപ്പ് ചെയ്തൊന്ന് കളയണം. കണ്ണിൻ്റെ പുറത്ത് ഭയങ്കര അൺഈവനായിട്ടൊരു സ്കിന്നാണെന്നുണ്ടെങ്കിൽ ശരിക്കും കണ്ണിൻ്റെ പുറത്ത് നിങ്ങൾക്ക് കൺസീലർ അല്ലെങ്കിൽ കറക്റ്റർ അപ്ലൈ ചെയ്തിട്ട് വേണം ഇത് ചെയ്യേണ്ട. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ കണ്ണിൻ്റെ പുറത്ത് പിങ്ക് ഷാഡോ ലൈറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ പുറത്ത് നമുക്കൊരു ഷിമ്മറി കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അതേ പിങ്ക് ടോൺ തന്നെ വേണമെങ്കിൽ അങ്ങനെ, അല്ല കുറച്ചുകൂടെ ഗോൾഡൻ സിൽവർ അങ്ങനെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇത് ഭയങ്കര ഷൈനി ആയിട്ടുള്ള ഒരു ഷിമ്മറല്ല. അപ്പോൾ അത് കാരണം ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മൾ പുറത്ത് പോകുമ്പോൾ എടുത്ത് നിൽക്കും എന്നുള്ളൊരു ഭയം വേണ്ട. ഇത്രയേ ഉള്ളൂ. കണ്ടില്ലേ, നന്നായിട്ട് വന്നിട്ടില്ലേ? അതായത് ചെറിയ 2 കാര്യങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തേക്കുന്നത്.
ഇനി ഇതിൻ്റെ പുറത്ത് വേണമെങ്കിൽ നമുക്ക് ഒരു ഐലൈനർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മേളിൽ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ണിൻ്റെ പുറത്ത് ഭയങ്കര വിസിബിളായിട്ട് ഐലൈനർ കൊടുക്കരുത്. എപ്പോഴും കണ്ണിൻ്റെ ലാഷ് ബാൻഡിനോട് ചേർത്ത് വേണം കൊടുക്കാൻ. പിന്നെ അല്ല കണ്ണിൻ്റെ ഉള്ളിലേക്ക് ഈ മേളിലത്തെ ഔട്ടർ ലൈനിലേക്ക് ലാഷ് ലൈനിൽ കൊടുക്കുന്നതും കണ്ണ് കുറച്ചുകൂടെ ഫുള്ളറായിട്ട് തോന്നാനായിട്ട് നല്ലതാണ്. എപ്പോഴും ഐലൈനർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മിഡിലിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ, അതായത് ഐബോളിൻ്റെ തൊട്ട് മുകളിൽ നിന്ന്. അന്നേരം നമുക്ക് ഒരു ഐഡിയ കിട്ടും, ഫ്രണ്ടിലേക്കും എത്ര ഇത് കൊടുക്കണം, തിക്നെസ് കൊടുക്കണം, ബാക്കിലേക്കും എത്ര കൊടുക്കണം എന്നുള്ള ഒരു ഐഡിയ കിട്ടും. അപ്പം ഞാൻ ഐ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാമല്ലോ, ഒരു ചെറിയ ഒരു ബാൻഡിൽ മാത്രമായിട്ടാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ചിലർക്ക് താഴെ എഴുതുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം, പിന്നെ വിങ് ലൈനർ കൊടുക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു ജസ്റ്റ് ഒരു മേളിലത്തെ ഒരു ചെറിയ ഒരു തിന്നായിട്ടുള്ളൊരു ബാൻഡ് ലൈനിൽ മാത്രമേ ഞാൻ ഇത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ അന്നേരത്തേക്ക് നമ്മുടെ സ്കിന്ന് ആ മോയ്സ്ചറൈസർ ഇപ്പോഴും ഉണ്ടോ, അതില്ല എന്ന് തോന്നുവാണെങ്കിൽ നമുക്കൊരു ഹൈഡ്രേറ്റിംഗ് മിസ്റ്റ് ഇതിൻ്റെ പുറത്തൊന്ന് അടിക്കാം. അതായത് അന്നേരം നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത എല്ലാം ഒന്നും കൂടെ ഒന്ന് മിക്സായി കുറച്ചുകൂടെ നമുക്കൊന്ന് ഈവനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്നിട്ട് അബ്സോർബ് ചെയ്യാനായിട്ട് നമുക്ക് ചെറിയ ഫാൻ വെച്ചിട്ടും ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു ചെറിയ വിശറി വെച്ചിട്ട് നമുക്കൊന്ന് ഇതിനെ നന്നായിട്ടൊന്ന് ഫേസിലേക്ക് ഒന്ന് എടുക്കാം. പിന്നെ കണ്ണ് നമ്മൾ ഒത്തിരി എഴുതിയിട്ടുള്ള ഒരു കണ്ണിലേക്കാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സ്പ്രേ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കണ്ണിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ എന്തെങ്കിലും ഒരു കൈ വെച്ചിട്ടോ ഇല്ലെങ്കിൽ ഒരു ചെറിയ ടിഷ്യൂ വെച്ചിട്ടോ കവർ ചെയ്തിട്ട് മാത്രമേ നമ്മളത് സ്പ്രേ ചെയ്യാവൂ, ഇല്ലെങ്കിൽ അതെല്ലാം കൂടെ ഇതിലേക്ക് മെസ്സി ആയിട്ട് വന്നു തുടങ്ങി. അപ്പോൾ ഇതേ ഫൗണ്ടേഷൻ ഒന്നും ഇട്ടിട്ടില്ല, പക്ഷേ ഇപ്പം തന്നെ ഒന്ന് ഈവനായിട്ട് വന്നിട്ടില്ലേ. അപ്പോൾ ഇനി അടുത്ത നമുക്ക് ഫൗണ്ടേഷനിലേക്ക് പോകാം. ഫൗണ്ടേഷൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ ഈ രണ്ട് കവിളിൻ്റെ അവിടെ ഹൈലൈറ്റർ നമുക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കവിളിൻ്റെ അവിടെ, നെറ്റിയുടെ അവിടെ, ചിന്നിൻ്റെ അവിടെ നമുക്കൊന്ന് കുറച്ച് ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് ഷാർലറ്റ് ടിൽബറിയുടെ ഫൗണ്ടേഷൻ വന്നിട്ട് കുറച്ചൊരു ഡൂയി ഗ്ലോയി ലുക്കുള്ള കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു മാറ്റ് ഫൗണ്ടേഷൻ ഞാൻ യൂസ് ചെയ്യാൻ പോവുകയാണ്. യൂസ് ചെയ്തതിന് ശേഷം ഗ്ലോയി ആയിട്ടുള്ളതോ അതിൻ്റെ മേളിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഫൗണ്ടേഷൻ എടുക്കുമ്പോൾ പോലും എപ്പോഴും ഒരു ചെറിയ ക്വാണ്ടിറ്റി മാത്രം എടുത്താൽ മതി, കണ്ടല്ലോ. അപ്പോൾ അത് എടുത്തതിന് ശേഷം അത് നല്ല ഈവനായിട്ട്, അതായത് നമ്മുടെ തന്നെ ഷെയ്ഡാണെങ്കിൽ നമുക്ക് ആ ഒരു ഷെയ്ഡ് മതി, അതെല്ലാം നമ്മുടേതല്ലാത്തൊരു ഷെയ്ഡാണെങ്കിൽ ഇനി ഒരു ഷെയ്ഡ് കൂടെ എടുക്കണം. എന്നിട്ട് ഞാൻ ഇത് വന്നിട്ട് ഇത് ഫുള്ളായിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് അതിന് ശേഷം അതിൽ ബാക്കി വരുന്നത് മാത്രമാണ് ഞാൻ ഇതിലേക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ എടുത്ത ഓരോ ഇതും ഇതിൽ കാണാനില്ല അല്ലേ, അതായത് അത്രമാത്രം നമ്മൾ ഈവൻ ആക്കിയിട്ട് വേണം നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഒരു സൈഡ് മുഴുവൻ ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടും ഇപ്പോഴും അതിൻ്റെ അകത്ത് തന്നെ എനിക്ക് ആ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. നോസിൻ്റെ രണ്ട് ഭാഗത്തും വളരെ ചെറിയ ടിപ്പായിട്ടുള്ള ഒരു പ്രതലം വരുന്ന ഭാഗം വെച്ചിട്ട് വേണം നമ്മൾ അത് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടത്. അതേ പ്രോഡക്റ്റ് തന്നെ ഞാൻ കഴുത്തിലേക്കും യൂസ് ചെയ്യുക. എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് അതിൻ്റെ അകത്ത് കുറച്ച് ബാക്കിയുണ്ട് എന്ന് ഫീലാകുന്ന ആ ഒരു സംഭവമാണ് ഞാൻ ഇയറിലേക്കും കൂടെ കൊടുക്കുന്നത്. നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ഞാൻ എടുത്തത്. ആകെ 2 ഡ്രോപ്സ് എടുത്തിട്ടുള്ളൂ. ഞാൻ ആ 2 ഡ്രോപ്സ് വെച്ചിട്ടാണ് ഈവനായിട്ട് എൻ്റെ ഫേസ് ഫുൾ അപ്ലൈ ചെയ്തേക്കുന്നത്. ഇപ്പോൾ കണ്ടാൽ നമ്മുടെ ഒരു സ്കിന്നായിട്ട് തന്നെയല്ലേ തോന്നുന്നത്, നമ്മളൊരു ഫൗണ്ടേഷൻ ഇട്ടതിൻ്റെ ഒരു ഭയങ്കര ഒരു തിക്നെസ്സോ ഒന്നും ഫീൽ ആകുന്നില്ല അല്ലേ. ഇനി അടുത്തത് നമുക്ക് പൗഡർ ഇതിൻ്റെ പുറത്ത് ഒന്ന് പൗഡർ അപ്ലൈ ചെയ്യണം. എന്തിനാണെന്നറിയാമോ, ഈ പറയുന്ന ഫൗണ്ടേഷൻ ഒന്ന് ലോക്ക് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൗഡറും എങ്ങനെയാണ്, ഇത് വന്നിട്ട് ലോറിയ മെർസിയുടെ പൗഡറാണ്. അപ്പോൾ അത് കുറച്ച് നമ്മുടെ ഇതിലേക്ക് എടുക്കുക. എന്നിട്ട് ഇപ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആണല്ലോ ഈ പിസ്സ പഫ് എന്ന് പറയുന്നത്, ഇതിലേക്ക് എടുത്തു ഞാൻ
ഫുള്ള് ഇതിലേക്ക് ഞാൻ അബ്സോർബ് ചെയ്തു. എന്നിട്ട് ഞാനിത് ഇങ്ങനെ ഒന്ന് ഇതിൻ്റെ അകത്തേക്ക് തന്നെ ഒന്ന് പ്രസ് ചെയ്യുകയാണ്. എന്നിട്ടും ബാക്കി വരുന്നതിനെ ഞാൻ കയ്യിലേക്ക് ഒന്ന് ഡാബ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യാം. ഇത് ഞാൻ ഒരേ ഒരു പ്രാവശ്യം എടുത്ത അതേ പൗഡർ വെച്ചിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഫുൾ ഫേസും കവർ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ എത്ര ലെസ് ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യുമോ അത്രയും നമ്മുടെ സ്കിന്നും നമ്മുടെ മേക്കപ്പും വന്നിട്ട് ഈവനായിട്ട് ഇരിക്കും. അപ്പം ഞാൻ എൻ്റെ ചുണ്ടിൻ്റെ മേളിലുള്ള ആ ഒരു ബാം മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും എനിക്ക് നല്ല സോഫ്റ്റായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ആ ബാം ഇട്ടുന്നത് കൊണ്ട് എനിക്കുള്ള ആ ഒരു അൺഈവൻ സ്കിൻ. ഇപ്പോൾ കളറ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തൊരു ബ്ലാക്ക് ടിൻ്റായിട്ട് തോന്നുന്നെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത അതേ ഇത് വെച്ചിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് അതിൻ്റെ മേളിലും കൂടെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അതായത് അപ്പോൾ ഒരു അൺഈവൻനെസ് ഉണ്ടെങ്കിൽ അത് മാറും. ഇനി അടുത്ത് നമുക്കിതൊന്ന് ലൈനർ ചെയ്യാം. ലൈൻ കൊടുത്ത് അതിനെ ഒരു ഷേപ്പ് ചെയ്തു. അപ്പം ഈ ഷേപ്പുകൾ തന്നെ പല രീതിക്ക്, അതായത് ചിലരുടെ മേളിലത്തെ ഒരു പോർഷൻ വന്നിട്ട് ചിലപ്പം വ്യത്യാസം കാണും. അപ്പോൾ രണ്ടും ഒരേ ലെവലിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു മേക്കപ്പിലുള്ള ഒരു എത്തിക്സ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ സെപ്പറേറ്റ് ഞാനൊരു വീഡിയോ ഇടാം. കാരണം ഏത് തരത്തിൽ ലിപ്പിന് എങ്ങനെ കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ഇത് എൻ്റെ ലിപ്പ് ലൈൻ ചെയ്തിട്ടുണ്ട്. ആ ഹാർഷ് ലൈൻസ് കാണാതിരിക്കാനാണ് ഞാനൊരു ബ്രഷ് വെച്ചിട്ട് എല്ലായിടത്തും ഒരു ഈവനാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഏത് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യണം എന്നുള്ളതനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിനിടയിൽ നമുക്കിപ്പോൾ ഈ പൗഡർ അപ്ലൈ ചെയ്തിട്ടും നമുക്ക് നമ്മുടെ കവറേജ് പോരാ എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ മാക്കിൻ്റെ തന്നെ ഒരു സ്റ്റുഡിയോ ഫിക്സ് പൗഡർ ഫൗണ്ടേഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. അതായത് കണ്ണിൻ്റെ അടിഭാഗത്തും ടീ സോണ് പിന്നെ പെട്ടെന്ന് ഹൈലൈറ്റിങ് തോന്നേണ്ട സ്ഥലത്ത് മാത്രമായിട്ട് കൊടുക്കാം. എല്ലാവർക്കും ചെയ്യണമെന്നില്ല, പക്ഷേ ചിലർക്ക് കവറേജ് കുറച്ചുകൂടെ വേണം എന്ന ആഗ്രഹമുള്ളവർക്കാണ് ഞാൻ ഈ സജഷൻ കൂടെ പറയുന്നത്. ഓയിലി സ്കിന്നുകാർക്കാണെങ്കിൽ നമ്മൾ എങ്ങനെ പൗഡർ വെച്ച് സെറ്റ് ചെയ്താലും അവർക്കിങ്ങനെ ഷൈനി ആയിട്ടിരിക്കാം. അപ്പോൾ അവർക്കും ഈ ഒരു കാര്യം യൂസ്ഫുള്ളായിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ കുറച്ച് കവറേജ് ഒന്ന് കൂടിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ലിപ്സ്റ്റിക്കിലേക്ക് തന്നെ വരാം. അപ്പം ഞാനിന്നിവിടെ എടുത്തേക്കുന്നത് ഷിഷേഡോ എന്ന കമ്പനിയുടെ ഒരു ഓറഞ്ചിഷ് റെഡ് വരുന്ന ഒരു ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. കഴിയുന്നതും ഡയറക്റ്റായിട്ട് ലിപ്സ്റ്റിക്കിൽ നിന്ന് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതിനേക്കാളും എപ്പോഴും ഒരു ബ്രഷ് കൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ലിപ്സിനെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് വേണം ചെയ്യാൻ. ഇപ്പം അതെ ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് തോന്നാൻ ചിലപ്പോൾ ഈ കളർ ഇച്ചിരി കൂടിപ്പോയി എന്നൊരു വിഷമം നമുക്കുണ്ടെങ്കിൽ അത് സോർട്ട് ഔട്ട് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ലൈറ്റ് ഷെയ്ഡ് ഇതിൻ്റെ പുറത്തേക്ക് ഡാബ് ചെയ്ത് കൊടുക്കുക. ലൈറ്റ് ഷെയ്ഡെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് നല്ല കളർ, അതായത് കൂൾ അണ്ടർടോൺ ഉള്ളവർക്കായിരിക്കും ഇത് നല്ലത്. പക്ഷേ എന്നാലും നമുക്കിപ്പോൾ ഇത്രയും കളർ പോലും നമുക്ക് ആവശ്യമില്ല എന്നാണ് നമുക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ മിഡിൽ പോർഷനിൽ മാത്രമായിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡ് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ കണ്ടില്ല വലിയൊരു റെഡിഷായിട്ട് നമുക്ക് ഫീൽ ചെയ്തതൊന്ന് കുറഞ്ഞിട്ടില്ലേ? മാറ്റായിട്ട് ഇടണം എന്ന ആഗ്രഹമുള്ളവർക്ക് ഇങ്ങനെ തന്നെ അങ്ങ് ഫിനിഷ് ചെയ്താൽ മാത്രം മതി, വേറൊന്നും ചെയ്യണ്ട. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്ലോസ് നമുക്ക് ഇഷ്ടമാണ്, കുറച്ചൊന്ന് തിളങ്ങി നിൽക്കണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് ശേഷം നമ്മൾ ആ ഗ്ലോസ് അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ ചെറിയ ഗ്ലോസ് ഞാനിവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര വലിയൊരു റെഡിഷും അല്ല, എന്നാൽ വളരെ പെയിലായിട്ടുള്ളൊരു കളറും അല്ല, നല്ലൊരു ഭംഗിയുള്ള കളറാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ട്രിക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഡാർക്ക് ഷെയ്ഡ് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം കൂടെ ചെയ്യാം. ലൈറ്റ് ഷെയ്ഡ് നടുവിൽ കൊടുത്തിട്ട് മിഡിൽ പോർഷനിൽ കൊടുത്തിട്ട് നമുക്കിതിനെ ഈവനാക്കാം. ഇനി അടുത്തത് നമുക്കിപ്പോൾ എല്ലാവർക്കും ഹൈലൈറ്റിങ് ഇഷ്ടമല്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിൽ തന്നെ ഹൈലൈറ്റ് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ അത് നമ്മുടെ
ടീസോൺ ലൈറ്റായിട്ട്, അതായത് നമുക്ക് ഒത്തിരി വേണ്ട, എന്നാൽ സാധാ ഒരു ഇതിനൊക്കെ ഒരു ബ്രൈഡ് ഒഴികെ ബാക്കി ആർക്ക് അത് ചെയ്യുമ്പോഴും അത്ര വലിയ ഇതായിരിക്കില്ല. അപ്പോൾ എന്തായാലും ഒരു ലൈറ്റായിട്ട് വേണം എന്ന ആഗ്രഹമുള്ളവർക്ക് ലൈറ്റായിട്ടൊന്ന് നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇത് യഥാർത്ഥത്തിൽ അത്രയ്ക്ക് അങ്ങനെ അറിയാൻ പോകുന്നില്ല, പക്ഷേ നമുക്കൊരു സന്തോഷം, നമ്മൾ ഹൈലൈറ്റർ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ബ്ലഷ് അപ്ലൈ ചെയ്യുന്നവർക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യാം, എല്ലാം അങ്ങനെ തന്നെയാണ്. അതായത് നമ്മൾ ഡയറക്റ്റായിട്ട് എടുത്ത് അതേപടി എടുത്ത് അപ്ലൈ ചെയ്യരുത്. അപ്ലൈ ചെയ്യുമ്പോൾ അത് ഭയങ്കര ഹെവി ആയിട്ട് തോന്നും. ഇപ്പം ഇങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വാസ്തവത്തിലെ നോ മേക്കപ്പ് ലുക്ക് എന്ന് എല്ലാവരും പറയുമെങ്കിലും മേക്കപ്പിന് ആവശ്യമായ എല്ലാ സംഭവവും നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ആപ്ലിക്കേഷൻ ആണ് അതിനെ എപ്പോഴും നോ മേക്കപ്പ് ലുക്കാക്കി മാറ്റുന്നത്. അതേമാതിരി എപ്പോഴും പ്രോഡക്ട്സ് വന്ന് വളരെ തിൻ ആയിട്ട് കുറച്ച് പ്രോഡക്ട്സേ നമ്മൾ യൂസ് ചെയ്യാവും. എന്നതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത്രയും കവറേജ് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ആഡ് ഓൺ ചെയ്യാം. എപ്പോഴും ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ പ്രോഡക്ട്സ് യൂസ് ചെയ്യാവും. എന്നിട്ട് അതിനെ നമ്മൾ ഈവനായിട്ട് അപ്ലൈ ചെയ്ത് ആ തിൻ ലെയേഴ്സിനെ നമുക്ക് ഇപ്പോൾ ബിൽഡബിൾ ആക്കണം, കുറച്ചുകൂടെ ഹെവി ആക്കണം എന്ന് തോന്നുകയാണെങ്കിൽ പിന്നീട് രണ്ടാമത് നമുക്കത് അപ്ലൈ ചെയ്യാം. അങ്ങനെ ചെയ്ത് വരുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ഫിനിഷ് വന്ന് നോ മേക്കപ്പ് ലുക്ക് ആകുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ടെക്നിക്ക്. നോ മേക്കപ്പ് ലുക്ക് എന്ന് പറയുവാണെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പ്രോഡക്ട്സും അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ഞാനൊരു പൊട്ടും വെച്ചിട്ട് വരാം. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ സെറ്റിംഗ് സ്പ്രേ കൊടുക്കാം. സെറ്റിംഗ് സ്പ്രേ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന മേക്കപ്പിനെ ലോക്ക് ചെയ്യാൻ. അപ്പോൾ സെറ്റിംഗ് സ്പ്രേ കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ഫേസ് വന്നിട്ട് ഡ്രൈ ആയി അല്ലെങ്കിൽ ഭയങ്കര മാറ്റ് ഫിനിഷ് ആണെന്ന് തോന്നുകയാണെങ്കിൽ അതിനൊരു ഡൂയി ആക്കാനായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഒരു ഡൂയി ഫിനിഷുള്ള ഒരു സ്പ്രേ നമുക്ക് ആഡ് ഓൺ ചെയ്യാം. അപ്പോൾ വന്നിട്ട് അത് എല്ലാ ഭാഗത്തും ഒരു ഷൈനിങ് മാതിരി നമുക്ക് ഫീൽ ആകും. ഇത് നമുക്ക് ഡ്രൈ ആകുന്നത് വരെ നമുക്കൊന്ന് ഫാൻ കൊണ്ടോ അല്ലെങ്കിൽ ഇതുമാതിരി കുഞ്ഞൊരു ഹാൻഡ് വിശറി കൊണ്ടോ നമുക്ക് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, കണ്ണിൻ്റെ മേളിൽ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഞാൻ കവർ ചെയ്തിട്ടില്ലായിരുന്നു, കാരണം അത്ര വലിയൊരു ഐ മേക്കപ്പ് അല്ല ഞാൻ ചെയ്തേക്കുന്നത്. ഞാൻ പൊട്ട് വെച്ചു. അപ്പോൾ ഇപ്പോൾ ഒരു ഷൈനിങ് കാണുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്ത പ്രോഡക്റ്റ്സ് എല്ലാം മാറ്റാണ്. പക്ഷേ ഇവിടുത്തെ ഗെയിം ചേഞ്ചർ ആരാണ്? ആ ഡ്യൂയി ആയിട്ടുള്ള സ്പ്രേ ആയിരുന്നു. അപ്പോൾ ഇതുമാതിരി, അതായത് ഇപ്പോൾ നമുക്ക് ഹൈലൈറ്റർ ഒന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു ലാസ്റ്റ് മാറ്റ് ഫിനിഷായ ഒരു മേക്കപ്പിന് ഡൂയി ആക്കാൻ ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത് ഈ പറയുന്ന സെറ്റിംഗ് സ്പ്രേയോടെയാണ്. പിന്നെ എന്തുകൊണ്ട് നമ്മൾ മാറ്റ് ആയിരിക്കണം ബേസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാം ക്രീമി ബേസ് അല്ലെങ്കിൽ ക്രീമി ടെക്സ്ചർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ലിപ്പ് ചെയ്യാൻ ഈസി ആയിരിക്കും. പക്ഷേ ഇപ്പം നമ്മുടെ പ്രോഡക്ട്സ് എല്ലാം വന്നിട്ട് ഭയങ്കര സോഫ്റ്റ് മാറ്റായിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേളിലും ഇപ്പോൾ ആ ഒരു ക്ലൈൻറ്റിന് അല്ലെങ്കിൽ ഇപ്പം നമുക്ക് തന്നെ ഒരു ഷൈനി വേണം എന്ന് തോന്നുവാണെങ്കിൽ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, ഇപ്പോൾ ഒരു ഗ്ലോ വന്നിട്ടുണ്ട്. എന്നാൽ അതൊരു വല്ലാത്ത ഒരു ഗ്ലോയും അല്ല, അത് നമ്മുടെ ഉള്ളിൽ നിന്ന്, അതായത് നമ്മുടെ വിത്തിൻ വരുന്നത് മാതിരിയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ബൈ.